തിരുക്കരം തൊട്ടാൽ സംഭവിക്കും. തിരുക്കരങ്ങളിൽ സമർപ്പിച്ചാൽ സംഭവിക്കും. ഉള്ളതിനെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചാൽ അത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? എന്ത് സംഭവിക്കും? പെരുകി വരും, പെരുകി വരും. ശുഷ്കമായതിനെ പെരുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് ചലിക്കുന്നുണ്ട്. ശുഷ്കമായതിനെ, എന്റെ സാമ്പത്തികമായ അവസ്ഥ ശുഷ്കമായിരിക്കുന്നു, ചില കാര്യങ്ങൾ നടക്കാൻ കഴിയാതെ ഞാൻ ഭാരപ്പെടുന്നുവെങ്കിൽ, തിരുക്കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചേ. തിരുക്കരം ഇപ്പോൾ തൊടുകയാണ്. തിരുക്കരം അതിനെ ആശീർവദിക്കുകയാണ്. നിനക്കുള്ളതിനെ ദൈവം ആശീർവദിക്കുന്നു. അത് കാര്യങ്ങൾ നടപ്പാകാൻ തക്കവണ്ണം തൃപ്തി വരുന്ന വിധത്തിൽ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ദൈവകാരം ചലിക്കുന്നത് ആത്മാവിൽ കാണുന്ന എത്ര പേരുണ്ട്? അവര് മൗനമായിരിക്കാതെ ഒരു ആമേൻ ഇപ്പോൾ തന്നെ പറഞ്ഞാട്ടെ. യെസ് ആമേൻ എന്ന് പറയുമ്പോ നിന്റെ ജീവിതത്തിൽ ആ വചനം ക്രിയ ചെയ്യട്ടെ. വെറുതെ ഒഴുകിപ്പോകരുത്. വചനം ക്രിയ ചെയ്യട്ടെ. വചനം ഓരോരുത്തരിലേക്കും വ്യാപരിക്കുന്നത് ആത്മശക്തിയുടെ വ്യാപാരത്താലാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിഴല്, ഒരു ശക്തി അതിൽ വ്യാപരിക്കും. ആ ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ആ സ്വർഗീയ ആലോചന ഒരു പ്രവചന ശബ്ദമായി സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതിനായിട്ട് വായിക്കാം യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകം 39 അധ്യായം 8 വാക്യം. യെഹെസ്കേൽ പ്രവചനം 39 ചാപ്റ്റർ 39 വേഴ്സ് 8. യെഹെസ്കേൽ ചാപ്റ്റർ 39 വേഴ്സ് 8. ഇതാ അത് വരുന്നു, അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്ര ഞാൻ അരുളി ചെയ്ത ദിവസം. ഇന്നത്തെ ദിവസം ദൈവം അരുളി ചെയ്യുന്ന ഒരു ദൂത് പറയുകയാണ്. ഇതാ അത് വരുന്നു, അത് സംഭവിക്കും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. അതിന്റെ പശ്ചാത്തലമെടുത്ത് ചിന്തിച്ചാൽ ഇന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു വിഷയമല്ല. കാരണം ഗോഗിനെതിരായ ഒരു പ്രവചനമാണ് ആ അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ ദൈവമക്കളോടുള്ള ദൂത് പറയാനായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിച്ചത് ഈ വചനം പറയാൻ പറഞ്ഞു. അത് സംഭവിക്കുമെന്ന് പറയാൻ പറഞ്ഞു. അത് സംഭവിക്കും. എന്താ സംഭവിക്കാൻ പോകുന്നത്? ദൈവമക്കളെ, കർത്താവ് കഴിഞ്ഞ നാളുകളിൽ വാഗ്ദത്തമായി അരുളി ചെയ്ത ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ച ചില ദൂതുകൾ, അത് സംഭവിക്കും. അത് വരികയാണ്. അല്പം നാളുകളായിട്ട് കാത്തിരിക്കുന്ന വിഷയങ്ങൾ അത് വരികയാണ്. അത് വരുന്നു, അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ആദ്യമായിട്ട് എന്നോടുള്ളൊരു ദൂതാന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളൊരു ദൂത്, വേഗത്തിൽ ഒരു തിരുവാഗ്ദത്തം നിങ്ങൾ ഓർത്തു വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വിഷയം എന്തെങ്കിലും വെച്ച് ഓർക്കുക. അതിൽ കർത്താവ് പ്രവർത്തിക്കണം, അത് സംഭവിക്കാൻ പോകുന്നു, അത് നിറവേറാൻ പോകുന്നു എന്ന് വിശ്വാസത്താൽ ആത്മാവിൽ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. അങ്ങനെയെങ്കിൽ ഈ ദൂത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവിന്റെ അരുളപ്പാടായതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ്, അത് വരുന്നു, അത് സംഭവിക്കും. എന്താണോ നിങ്ങളുടെ ആവശ്യം? എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു കാര്യം നടക്കാനുണ്ട്, അത് നടക്കണം, അത് നടക്കാൻ പോവുകയാണ്. കർത്താവ് എന്ന് പറയാണ്, ഇന്നാണ് ആ ദിവസം എന്ന് പറഞ്ഞത്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. ദൈവം അരുളി ചെയ്ത ദിവസം അത് സംഭവിക്കും. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് കർത്താവ് എന്താണ് പറഞ്ഞത്? ആകാശം ഉണ്ടാകട്ടെ, ഭൂമി ഉണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിറവേറും. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചമുണ്ടാകും. എന്താണോ കർത്താവ് ആ ദിവസം അരുളി ചെയ്യുന്നത് അത് അന്ന് തന്നെ നിറവേറും. അതാണ് ദൈവിക വാഗ്ദത്തം. അതുകൊണ്ട് കർത്താവ് എന്ന് പറയാണ്, ഇന്ന് കർത്താവ് അരുളി ചെയ്ത ദിവസമാണ്. ഇന്ന് വിശ്വസിക്കുക. ഇതുവരെ നടക്കാതിരുന്ന വിഷയങ്ങൾ ഇന്ന് തിരുസന്നിധിയിൽ ഒന്ന് അർപ്പിച്ചാൽ മതി, തിരുസന്നിധിയിൽ ഒന്ന് വെച്ചാൽ മതി. ആ നിമിഷം തന്നെ കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ കരം ചലിക്കാൻ തുടങ്ങുന്നു, അത് വരുന്നു. അതുകൊണ്ട് പറയണം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ നടക്കാതിരുന്ന ചില വിഷയങ്ങൾ ഇന്ന് നടക്കാൻ പോവുകയാണ്. അത് വന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ അടുത്തേക്ക് വരുന്നു, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശരീരാത്മതയിലേക്ക് ഒരു സൗഖ്യമായി അത് വ്യാപരിക്കുന്നു. വിശ്വാസം കണ്ടോടെ ഒന്ന് കണ്ടാട്ടെ. അത് വരുന്ന ദിവസം ഇന്നാകുകയാൽ അങ്ങ് അരുളി ചെയ്യുന്ന വാഗ്ദത്തം ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ അത് നടക്കട്ടെ. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഭയത്തെ പുറത്താക്കി കളയുക. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ദൈവസ്നേഹത്തിലേക്ക് ഒന്ന് വന്നേ. കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നെഗറ്റീവായതൊന്നും സംഭവിക്കുകയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ,
ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവത്തിന്റെ കൃപയാണ് എന്റെ ഭവനത്തിൽ വ്യാപരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. ഞാൻ ഭയപ്പെടുന്നില്ല. ദുഷ്ടൻ എന്നെ ഭയപ്പെടുത്താനായി പേടിപ്പെടുത്തുന്ന ചില ചിന്തകൾ കൊണ്ടുവന്നിട്ട് അത് സംഭവിപ്പിക്കാനായി ശ്രമിക്കുമ്പോ ദുഷ്ടന്റെ ആ സകല തന്ത്രങ്ങളെ ജയിക്കുന്ന ദൈവശക്തി ഇന്നൊരു അരുളപ്പാടായി, ഒരു ദൂതായി, ദൈവശക്തിയായി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്താൽ ഭയപ്പാടിട്ടുകൊണ്ട്, പേടിപ്പെടുത്തിക്കൊണ്ട്, നെഗറ്റീവായ ചിന്തകൾ ഇട്ടുകൊണ്ട്, അയ്യോ അങ്ങനെ സംഭവിക്കുമോ, എന്ത് വരും, ഇനി എന്താകുമെന്ന് ചോദിച്ചുകൊണ്ട് ഭാരപ്പെടുത്തുന്ന സകല ദുഷ്ട വിചാരങ്ങളെയും അതിന്റെ ബോധികളെയും അധികാരമുള്ള യേശുവിന്റെ നാമത്താൽ നീക്കി മാറ്റുകയാണ്, അഴിച്ചു കളയുകയാണ്. വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്താൽ ഹൃദയാന്തരഭാഗങ്ങളിൽ നിന്ന് അത് വിട്ടുപോയി ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾ ഇപ്പോൾ തന്നെ നിറഞ്ഞു വരട്ടെ. യെസ്, എനിക്ക് വേണ്ടി ചിലത് സംഭവിക്കാൻ പോകുന്നു. വരും ദിവസങ്ങളിൽ ദൈവമക്കൾക്ക് വിളിച്ചു പറയാൻ കഴിയും. എന്താ പറയാൻ പോകുന്നത്? നാളുകളായിട്ട് കാത്തിരുന്ന വിഷയം വന്നു. യെസ്, അത് സംഭവിച്ചു, അത് സംഭവിക്കും. അതാണ് കർത്താവ് പറഞ്ഞ ദൂത്. ഈ ദൂതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സംശയം വരുന്നത് സ്വാഭാവികമാണെന്നേ. ഏത് ദൂത് കേട്ടാലും ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്നൊക്കെ തോന്നാം. നിങ്ങളുടെ സംശയം എന്താണെങ്കിലും ശരി, അത് ദൈവത്തോട് പറയേണ്ടത് ആവശ്യമാണ്. മറിയയുടെ അടുത്ത് ദൂതം വന്നു. മറിയ കാത്തിരുന്ന വിഷയമല്ല, എന്നാൽ ഇസ്രായേൽ മക്കൾ മൊത്തമായി പ്രത്യാശിച്ച ഒരു വിഷയം കൊണ്ടാണ് ദൂത് വന്നത്. ദൂതം വന്ന് ദൂത് പറയുക, നിന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്ത, ലോകത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യം നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇന്നേ വരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം പറയാൻ പോവുക. ദൂത് ചിലത് അങ്ങനെയാ. നമ്മൾ ചിന്തിക്കുന്നത് എന്റെ വീട്ടിൽ നടക്കാൻ ഒരു സാധ്യതയില്ല, ഇന്നേ വരെ ലോകത്തിൽ ഇന്ന വിഷയത്തിന് ഒരു പരിഹാരം കണ്ടിട്ടില്ല, ഇന്ന രോഗത്തിന് വിടുതൽ നടക്കുന്ന ഒരു ചരിത്രമില്ല, അതിന് മരുന്നില്ല, അതിന് യാതൊരു മാർഗവുമില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്താ പറയാനുള്ള ദൂത് പറയാ, നിന്റെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്തത്, ലോകത്തിൽ തന്നെ സംഭവിക്കാത്ത കാര്യം നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഉദരത്തിലേക്ക്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ ശക്തി അയക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:34 വാക്യം, ലൂക്ക് ചാപ്റ്റർ 1:34. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ചോദിച്ച കാര്യം ഇങ്ങനെയാ, ഇതെങ്ങനെ സംഭവിക്കും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇതുവരെ നടന്നിട്ടില്ല. ഇതുവരെ നടക്കാനുള്ള യാതൊരു സാധ്യത തെളിഞ്ഞിട്ടില്ല. ഒരു വഴിയും കാണുന്നില്ല. അപ്പോഴാ കർത്താവ് പറഞ്ഞത്, അത് വരുന്നുണ്ട്. ഈ വഴിക്കാണോ ആ വഴിക്കാണോ എന്നൊന്നും നമുക്കറിയില്ല. കർത്താവ് പറയുക, വരുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് വരുന്നു, അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? എനിക്കറിഞ്ഞൂടാ. ഇത് സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്ത കാര്യം എങ്ങനെ സംഭവിക്കും? അതിന് യാതൊരു വഴിയും ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ പറഞ്ഞ മറുപടി ഇതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇന്ന് ഈ വചനത്തോടു കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എത്ര പേർ തിരിച്ചറിയുന്നു? ഒരു ആത്മശക്തിയുടെ വ്യാപാരം ഈ ദൂതിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരിക്കാതെ ഒരു നിമിഷം കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തെ സ്തുതിക്കുന്ന കരങ്ങളൊന്ന് ചലിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ദൂതിലൂടെ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതിന്റെ ശക്തി നിഴലിടുകയാണ്. നമ്മുടെ കുടുംബത്തിന്റെ മീതെ ഒരു കാർമേഘം ഉയർന്നു പൊങ്ങിയതുപോലെ ഇപ്പോൾ തന്നെ ദർശിക്കുക. ഹല്ലേലൂയ. അത് സംഭവിക്കാൻ വേണ്ടി ഒരു നിഴൽ വന്നു നിൽക്കുന്നത് ആത്മാവിൽ ഒന്ന് കണ്ടാട്ടെ. ഒരു നിഴൽ അടിക്കുന്നുണ്ട്, ഒരു നിഴൽ വരുന്നുണ്ട്. ആ നിഴലിനകത്ത് ശക്തിയുണ്ട്. ആ നിഴലിനോടൊപ്പം ഒരു ശക്തി വ്യാപരിക്കുന്നു. വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയാത്ത ഒന്നുമില്ല. ദൈവശക്തിയാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്ന് വിശ്വസിക്കുക. അത് വരും, അത് സംഭവിക്കും. നിശ്ചയം അത് സംഭവിക്കും. എങ്ങനെയെന്ന് ചോദിക്കണ്ട. അത് മറുപടി ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു. എങ്ങനെ? ഒരു നിഴൽ ഇപ്പോൾ വ്യാപരിച്ചതുപോലെ ആത്മാവിന്റെ ഒരു നിഴൽ നിന്റെ കുടുംബത്തിന് നേരെ വന്നിട്ടുണ്ട്. ഒരു കാർമേഘം പോലെ ഭവനത്തിന് മീതെ ഉയർന്നു നിൽക്കുന്ന ആ നിഴലൊന്ന് കണ്ടാട്ടെ.
ആ നിഴലെ പെയ്തിറങ്ങുന്ന ഒരു മഴയായി, അനുഗ്രഹത്തിന്റെ മാരിയായി അത് പെയ്തിറങ്ങുക തന്നെ ചെയ്യും. സ്തോത്രം. എബ്രായ ലേഖനം 11:7 വാക്യം കൂടെ വായിക്കുകയാണ്. എബ്രായ ലേഖനം 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തിയുമുണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. നോഹയ്ക്ക് ഒരു അരുളപ്പാടുണ്ടായി. എന്താ അരുളപ്പാട്? അതുവരെ കാണാത്ത കാര്യത്തെ കുറിച്ച് അരുളപ്പാടുണ്ടായത്. ഇതുവരെ നിന്റെ കുടുംബത്തിൽ കാണാത്ത കാര്യം, അതിനെക്കുറിച്ചാണ് ഇന്ന് അരുളപ്പാട് ദൈവത്തിന് പറയാനുള്ളത്. ഇതുവരെ നിന്റെ ജീവിതത്തിൽ കാണാത്ത ഒരു കാര്യം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ആ കർത്താവിൽ നിന്ന് അരുളപ്പാട് പറയാനുള്ളത്. അരുളപ്പാട് കേട്ടപ്പോ ഒരു കാര്യം നോഹ ചെയ്തു. നമുക്ക് ചെയ്യാനുള്ള കാര്യം ഏതാ? അരുളപ്പാട് കേൾക്കുമ്പോൾ ചെയ്യാനുള്ള കാര്യം എന്താ? ഭയഭക്തിയുമുണ്ട്. ഇത് ദൈവത്തിന്റെ വചനം. അത് ഭയത്തോടും വിറയലോടും കേൾക്കേണ്ട വചനമാ. കർത്താവേ, ഇത് തിരുശബ്ദം, എന്നോടുള്ള ദൈവിക ദൂത്, എന്റെ കുടുംബത്തോടുള്ള ദൈവത്തിന്റെ ആലോചന, ഞാനത് തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവിക ഭക്തിയോടെ ഭയഭക്തി കൊണ്ട് കുടുംബത്തിനായി, അവിടെ പറയുന്നതിനാണ് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. സ്തോത്രം. എങ്ങനെയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വിശ്വാസത്തിന്റെ പലക ഒന്നിന്റെ മുകളിൽ ഒന്നായി ഒന്ന് വെച്ചേ, വാഗ്ദത്ത വചനങ്ങൾ ഒന്നിന്റെ മുകളിൽ ഒന്നായി ഒന്ന് വെച്ചേ, അങ്ങനെ ഒന്ന് പണിതു തുടങ്ങി. എന്റെ കുടുംബത്തിൽ എന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ ദൈവം ഇന്നത് പ്രവർത്തിക്കാൻ പോകുന്നു, ഒരു നന്മ ചെയ്യാൻ പോകുന്നു, ഒരു വിടുതലയക്കാൻ പോകുന്നു, ഒരു ജയം നൽകാൻ പോകുന്നു. എന്റെ ശരീരത്തിൽ ഒരു രോഗശാന്തി വ്യാപരിക്കുന്നു. ഒരു വിശ്വാസത്തിന് പലകെടുത്ത് വെച്ച് രോഗശാന്തിയും ആരോഗ്യവും ദൈവത്തിന്റെ വാഗ്ദത്തമാകിയാൽ ആ വാഗ്ദത്തത്തിന്റെ പലക ഒന്ന് എടുത്തു വെച്ച് പണിതേ, കുടുംബത്തിന് വേണ്ടി പണിതേ. എന്റെ കുടുംബത്തിൽ ആരോഗ്യം വേണം, എന്റെ കുടുംബത്തിൽ സാമ്പത്തികമായ ചില ഉയർച്ചകൾ വേണം. ദാരിദ്ര്യത്തിന്റെ അവസ്ഥയല്ല, കാര്യങ്ങൾ നടപ്പാകണം. നടക്കാതെ വരുന്ന അവസ്ഥയല്ല, അതിനപ്പുറത്തേക്ക് ഹല്ലേലൂയ, അവൻ സമ്പന്നന, എന്റെ ദൈവം സമ്പന്ന. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം തന്റെ ധനത്തിനൊത്തവണ്ണം പലകെടുത്ത് വെച്ച് കുടുംബത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ പലകെടുത്ത് വെച്ച് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ വാഗ്ദത്ത വചനം എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചേർത്ത് പിടിക്കുന്നു. പെട്ടകം തീർത്തേ. ഭയഭക്തി കൊണ്ട് നോഹ പെട്ടകം തീർത്തതുപോലെ പെട്ടകം ഒന്ന് തീർത്തേ. മറിയയ്ക്ക് ദൂത് ലഭിച്ചത് എന്താണ്? അസംഭവ്യമായ കാര്യമാണ്. ഇതുവരെ ലോകത്തിൽ സംഭവിക്കാത്ത അത്ഭുതമാണ് വീട്ടിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നടക്കാൻ പോകുന്നത് ഇതുവരെ ലോകത്തിൽ നടക്കാത്ത കാര്യമായിരിക്കാം. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോ ചാർച്ചയുടെ വീട്ടിലോ നടക്കാത്ത വിധത്തിലുള്ള വലിയ അത്ഭുതം തന്നെ ദൈവം നടത്തിത്തരും. സ്തോത്രം. ഇത് ആർക്കാണ് ലഭിക്കുന്നത്? നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. മറിയോട് ചോദിച്ചാൽ പറയും, കൃപ ലഭിച്ചോളെ നിനക്ക് വന്നെന്ന് പറഞ്ഞേ. കൃപ ലഭിച്ച ദൈവമക്കൾക്ക് ദൈവിക വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. ഇന്ന് കൃപ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ, കർത്താവേ, എന്നോടുള്ള കൃപ നിമിത്തമല്ലേ ഈ തിരുവചനം പറഞ്ഞതെന്ന് ആത്മാവിനൊന്ന് പറഞ്ഞേ. എന്നോടുള്ള കൃപ നിമിത്തമാണ്, ദൈവത്തിന്റെ കൃപ നിമിത്തമാണ് ഇന്ന് ഈ ആലോചന എനിക്ക് കിട്ടിയത്, എന്റെ കുടുംബത്തിന് കിട്ടിയത്. അങ്ങനെയെങ്കിൽ കൃപ ലഭിച്ചവർക്ക് അരുളപ്പാട് നൽകാൻ ദൂതൻ വന്നിട്ടുണ്ട്. ഇന്ന് എന്നെ ദൈവം നിയോഗിച്ചത് ഈ ദൂത് പറയാനാ. കൃപ ലഭിച്ച ദൈവമക്കളാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയാം. എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ കൃപ ലഭിച്ചവരെ നിങ്ങളോടുള്ള ദൈവിക ദൂതാണ്. അത് സംഭവിക്കും. ഇന്നേ വരെ സംഭവിക്കാത്തത്, ഇതുവരെ കാണാത്തത്, ലോകത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്തത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, നോക്കോട് പറയുമ്പോൾ പറയും, ലോകത്തിൽ തന്നെ ഇതുവരെ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ പോകുന്നു. അത് വരുന്നു. സ്തോത്രം. അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്ര ഞാൻ അരുളി ചെയ്യുന്ന ദിവസം, മറക്കരുത്, ഇതാണ് ഞാൻ അരുളി ചെയ്യുന്ന ദിവസം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കാര്യം അനുകൂലമായി നിൽക്കട്ടെ. ഒരിക്കലും ഈയോവിനെ പോലെ ഭയപ്പെട്ട ചില ചിന്തകൾ കൊണ്ട് നടക്കരുത്. ഇന്നത് നീക്കി മാറ്റി ദൈവകൃപയിൽ നിന്ന് വ്യാപരിക്കണം. നമുക്കറിയാം ഇതെങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരോട് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. ഇതവര് പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. എങ്ങനെ കൊടുക്കും? 200 വെള്ളിക്കാശിന് മേടിച്ചാൽ പോലും തികയില്ല. 5000 വരുന്ന പുരുഷാരം തന്നെയുണ്ട്, പുരുഷന്മാർ തന്നെ 5000 പേര്. ആ സമയത്ത് ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറയുന്ന മറുപടി ഉണ്ട്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ,
നിന്റെ കയ്യിലുള്ളത് തിരുസന്നിധിയിലൊന്ന് സമർപ്പിച്ച്, കർത്താവെ ഇത്രേ എൻ്റെ കയ്യിലുള്ളൂ, ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി എൻ്റെ കയ്യിൽ ആകെ പണം ഇത്രയേ ഉള്ളൂ, ഈ പണത്തിന് അത് തികയില്ല, എന്നാൽ കർത്താവെ ഇത് തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് ദൈവത്തെ വാഴ്ത്തിയതിനു ശേഷം അതിനെ ഒന്ന് നുറുക്കും, ഒന്ന് വിഭജിക്കും, ചിലതിനായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യും. അത് എല്ലാവർക്കും തിന്നു തൃപ്തരായി തീർന്നു വായിക്കുന്നത്. അപ്പം നുറുക്കി ദൈവത്തെ വാഴ്ത്തി അപ്പം നുറുക്കി വിളമ്പാനായിട്ട് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. ഇതെങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ നമുക്കറിഞ്ഞൂടാ. തിരുക്കരം തൊട്ടാൽ സംഭവിക്കും, തിരുക്കരങ്ങളിൽ സമർപ്പിച്ചാൽ സംഭവിക്കും, ഉള്ളതിനെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചാൽ അത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? എന്ത് സംഭവിക്കും? പെരുകി വരും, പെരുകി വരും. ശുഷ്കമായതിനെ പെരുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് ചലിക്കുന്നുണ്ട്. ശുഷ്കമായതിനെ, എന്റെ സാമ്പത്തികമായ അവസ്ഥ ശുഷ്കമായിരിക്കുന്നു, ചില കാര്യങ്ങൾ നടക്കാൻ കഴിയാതെ ഞാൻ ഭാരപ്പെടുന്നുവെങ്കിൽ, തിരുക്കരങ്ങളിൽ നിന്ന് സമർപ്പിച്ചേ. തിരുക്കരം ഇപ്പോൾ തൊടുകയാണ്, തിരുക്കരം അതിനെ ആശീർവദിക്കുകയാണ്. നിനക്കുള്ളതിനെ ദൈവം ആശീർവദിക്കുന്നു. അത് കാര്യങ്ങൾ നടപ്പാകാൻ തക്കവണ്ണം തൃപ്തി വരുന്ന വിധത്തിൽ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ ദൈവകരം ചലിക്കുന്നത് ആത്മാവിൽ കാണുന്ന എത്ര പേരുണ്ട്? അവര് മൗനമായിരിക്കാതെ ഒരു ആമേൻ ഇപ്പോൾ തന്നെ പറഞ്ഞാട്ടെ. യെസ് ആമേൻ എന്ന് പറയുമ്പോ നിന്റെ ജീവിതത്തിൽ ആ വചനം ക്രിയ ചെയ്യട്ടെ. വെറുതെ ഒഴുകിപ്പോകരുത് വചനം. വചനം ക്രിയ ചെയ്യട്ടെ. വചനം ഓരോരുത്തരിലേക്കും വ്യാപരിക്കുന്നത് ആത്മശക്തിയുടെ വ്യാപാരത്താലാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിഴല്, ഒരു ശക്തി അതിൽ വ്യാപരിക്കും. സ്തോത്രം. വീട്ടിൽ കിടക്കുന്നത് പച്ചവെള്ള, വീട്ടിൽ വന്നിരിക്കുന്നത് വിരുന്ന് വാഴികളുവാ. ധാരാളം വിരുന്നുകാർ വന്നിട്ടുണ്ട്, വീട്ടിൽ കിടക്കുന്നത് പച്ചവെള്ളം, വേണ്ടുന്നത് വീഞ്ഞ്, പച്ചവെള്ളം വീട്ടിൽ. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? നമുക്കറിഞ്ഞുകൂടാ. പച്ചവെള്ളം വീഞ്ഞാകുന്ന കാര്യം ഉലകത്തിൽ അതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല, അതിനുശേഷവും സംഭവിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ കുടുംബത്തിന്റെ ആവശ്യം വീഞ്ഞുണ്ടാകുക തന്നെ വേണം. വീട്ടിലുള്ളത് പച്ചവെള്ളം, ആവശ്യം വീഞ്ഞ്. എന്നാൽ കർത്താവ് പറയാ ഇതെങ്ങനെ സംഭവിക്കുന്നു ചോദിക്കുമ്പോ മറിയ പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്താൽ മതി. ഒരു അനുസരണം, ദൈവിക അനുസരണം വന്നാൽ സംഭവിക്കും. ഒരു ദൈവിക അനുസരണം നിന്റെ കുടുംബത്തിലുണ്ടായാൽ, കുടുംബത്തിലെ ദാസന്മാരെന്ന് അനുസരിച്ചാൽ, അവൻ പറയുന്നത് കോരി നിറയ്ക്കാൻ പറഞ്ഞാൽ കോരി നിറയ്ക്ക്, വക്കോളം കോരി നിറച്ചു. കൊടുക്ക എന്ന് പറഞ്ഞാൽ കൊടുക്ക്. എന്തും ചെയ്യാൻ തയ്യാറായി. ദൈവിക ആലോചന മുമ്പിൽ തയ്യാറാകുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഇന്നേ വരെ നടക്കാത്ത അത്ഭുതം നടക്കും. വീട്ടിലെ പച്ചവെള്ളം തന്നെയാകാം, വെറും പച്ചവെള്ളം. പച്ചവെള്ളത്തിന് രൂപാന്തരം വരുത്തുവാൻ എങ്ങനെ സംഭവിക്കുന്നു ചോദിച്ചാൽ, തിരുവാക്യത്തിനെ അനുസരിച്ചാൽ, തിരുമൊഴിയെ അനുസരിച്ചാൽ, തിരുശബ്ദത്തിനനുസരിച്ച് പ്രതികരിച്ചാൽ. ഞാൻ വിളിച്ചു പറയട്ടെ, ഇതുവരെ സംഭവിക്കാത്തത് വെറും പച്ചവെള്ളം വീഞ്ഞായി മാറി. സന്തോഷമോടെ വന്നെങ്കിൽ, അവിടുത്തെ പോരായ്മ നികത്തപ്പെട്ടുവെങ്കിൽ എന്റെ വീട്ടിൽ സംഭവിക്കും. എന്റെ വീട്ടിലെ പോരായ്മകൾ, നിന്നാ വിഷയങ്ങൾ എന്റെ വീട്ടിലെ നിന്നാ വിഷയങ്ങളായി. പലരും എന്നെ നിന്ദിക്കുന്ന എന്റെ ബന്ധുക്കളായി, ചാർച്ചകളായി എന്നെ നിന്ദിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ എങ്ങനെയെന്ന് ചോദിക്കേണ്ട കർത്താവിന്റെ ആജ്ഞയ്ക്ക് ഇന്നൊന്ന് ചെവി കൊടുത്താട്ടെ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എന്റെ കുടുംബത്തിലെ ദൈവികമായ കരമോർത്ത് ചലിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. അതിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. അവന്റെ വാക്കിൽ സംഭവിക്കുന്നു ഓർത്തേ. ഒന്ന് ചലിച്ചേ, ഒന്ന് ചലിച്ചേ, ഒന്ന് ചലിച്ചേ, ഒന്ന് ചലിച്ചേ. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ചിലത് ചലിക്കട്ടെ. ഭവനാന്തരീക്ഷത്തിൽ ചില പച്ചവെള്ളങ്ങൾ, ഒരു ഗുണമില്ല, നിറമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ, ഒന്നിന് കൊള്ളില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ രൂപാന്തരപ്പെടുന്നത് ഒന്ന് കണ്ടാട്ടെ. തലമുറയിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നത് ആത്മാവിൽ ദർശിച്ചാട്ടെ. ഭവനത്തിൽ ചെറുതിന് രൂപാന്തരം സംഭവിക്കുന്നത് ഇന്ന് ആത്മാവിൽ കണ്ടാട്ടെ. ആത്മീകമായ ഒരു ശക്തി വ്യാപരിക്കട്ടെ. അത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കണ്ട, അത് സംഭവിക്കും. കാരണം അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. നിഴൽ നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിഴലൊന്ന് തട്ടട്ടെ, നിഴലൊന്ന് തട്ടട്ടെ, നിഴലൊന്ന് തട്ടട്ടെ. ആ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ, ആ ശക്തി വ്യാപരിക്കട്ടെ. മുന്നോട്ട് പോകാൻ വഴിയില്ലെന്ന് പറഞ്ഞാൽ ജനം നിൽക്കുന്നത്. അവര് പേടിച്ച് പറയാ, പിന്നിൽ ഫറവോൻ നിൽക്കുന്നു, മുന്നിൽ ചെങ്കടല എന്ന് പറയുമ്പോ കർത്താവ് പറയാ, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നത്
രക്ഷ ഒന്ന് കണ്ടുകൊള്ളുവിൻ. യെസ്, എങ്ങനെ നടക്കും? പിന്നിലെ ഫറവോന്റെ വെല്ലുവിളി, മുന്നിലെ ആർത്തിരമ്പുന്ന കടൽ, എങ്ങനെ മുന്നോട്ട്? വഴി അടഞ്ഞാൽ വഴി തുറക്കാൻ അത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രി ഒരു കിഴക്കൻ കാറ്റടിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വഴി തുറക്കുന്ന കിഴക്കൻ കാറ്റിനെ എത്ര പേർക്ക് ആത്മാവിൽ കാണുന്നു? എന്റെ ദൈവത്തിന്റെ കസ്റ്റഡിയിൽ ആ സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ കാറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഉഴക്കാൻ കഴിയുന്ന കിഴക്കൻ കാറ്റ്. കിഴക്കൻ കാറ്റിലാണ് ഓക്സിജൻ എന്ന് പറയുന്നു. ഓക്സിജന്റെ അളവ് വരുന്നതാണ് ഭൂമി ഉണക്കുന്നതെന്ന് പറയുന്നു. ഓ, ചെങ്കടലിലെ ചളിയെ വറ്റിച്ചുണക്കി ചെങ്കൽപാത പോലെ ഒരുക്കുവാൻ, ഒരു ശ്രേഷ്ഠമായ വഴി ഒരുക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയുടെ കാറ്റ് വ്യാപരിക്കും. എങ്ങനെ സംഭവിക്കും? ഒരു കിഴക്കൻ കാറ്റ് വീശിയടിക്കുകയാണ്. ഒരു കിഴക്കൻ കാറ്റ് വീശിയടിക്കുകയാണ്. നീ കാണുന്നില്ല, രാത്രി മുഴുവൻ വീശിയടിക്കുന്ന ഒരു കാറ്റ്. അത് വരുന്നു, അത് സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? നേരം വെളുക്കുമ്പോൾ വഴി തുറക്കുന്ന ദൈവത്തിന്റെ കരം. നേരം വെളുക്കുമ്പോൾ ഒരു പുതുവഴി, ഇന്നേ വരെ ലോകം കാണാത്ത, ഇന്നേ വരെ നിന്റെ ചിന്തയിൽ പോലും ഉദിക്കാത്ത, ഒരു ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ലാത്ത അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ അത് സംഭവിക്കും. ഓ, അത് സംഭവിക്കും. വഴി തുറക്കാൻ പോവുകയാണ്. വഴി തുറക്കുകയാണ്. പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ തുറക്കുന്ന വഴി ശ്രേഷ്ഠകരമായ വഴിയാണ്. ആ വഴിയുടെ പ്രത്യേകത, ആ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ പിന്നെ പ്രതികൂലം നിനക്ക് കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണുകയില്ല. ആ വഴി എന്താണ്? നിനക്ക് മാത്രമായി തുറക്കുന്ന വഴിയാ. ആ വഴിയിലൂടെ പിന്നെ ഒരു നൂട്ട അന്ധകാരവും വരില്ല. അതാണ് തിരിച്ചറിവ്. അതാണ് ദൈവിക വാക്തത്വത്തിന്റെ പ്രത്യേകത. നിനക്ക് വേണ്ടി മാത്രം ഒരുക്കുന്ന അത്ഭുതങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ പറയും അത് സംഭവിക്കും, അത് വരും, അത് നിശ്ചയം തന്നെയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മുന്നിൽ ചിലപ്പോൾ മതിലാണ് നിൽക്കുന്നതെങ്കിലോ, എരിഹോ മതിൽ ഉയർന്നു നിന്നാലും അത് നിനക്കൊരു ഭാരമായി വരുമ്പോ സമയത്ത് നമ്മൾ ചോദിക്കുക എങ്ങനെ വീഴുമെന്ന്, എങ്ങനെ വീഴുമെന്ന് ചോദിക്കുന്നു. എങ്ങനെ ആ മതിൽ തകർന്നു മാറും? ഒറ്റ വഴിയേ ഉള്ളൂ. ആരാധനയുടെ മധ്യത്തിൽ നിന്റെ മുന്നിലെ മതിൽ തകർക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ബുൾഡോസർ വേണ്ടെന്ന്, ഇടിക്കാൻ നിന്റെ ശക്തിയൊന്നും വേണ്ടെന്ന്. ആത്മാവിന്റെ ശക്തി ഇടിച്ചോളും. പക്ഷെ നീ ആത്മാവിലൊന്ന് ആരാധിക്കണം. ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത്. നീ ആരാധിക്കുന്ന സമയത്ത് നിന്നെ തടഞ്ഞു വെക്കുന്ന ചില മതിലുകൾ, ശത്രു ഉയർത്തിയ ചില ചെങ്കൽ മതിലുകൾ, കരിങ്കൽ മതിലുകൾ, വീതിയേറിയ മതിലുകൾ, വിസ്താരമേറിയ മതിലുകൾ എല്ലാം തകർക്കാൻ കഴിയുന്ന ശക്തി നിന്റെ അതിരങ്ങളിലുണ്ട്. യഹോവയ്ക്ക് എന്ന് പറഞ്ഞ് ആർപ്പിട്ട് മൺകുട മുടഞ്ഞ് തീപന്തം കത്തിപ്പം മിദ്യാന്യരെ തോറ്റുപോയെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ. ആ ആരാധനയിൽ നാവ് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുമ്പോ സംഭവിക്കുന്ന ദൈവിക കാര്യങ്ങൾ തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരിക്കേണ്ട. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സമയം തീർന്നിരിക്കുകയാണ്. അധികം വിശദീകരണം കൂടാതെ 2 വാക്യം കൂടെ വായിച്ച് ഞാൻ വേഗം നിർത്താം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സ് 12. മനോഹ അവനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? ഇന്നത്തെ അടുത്ത ചോദ്യം ഇതാ. എന്താ അടുത്ത ചോദ്യം? നിന്റെ വചനം നിവൃത്തിയാകാൻ പോവുകയാണ്. നാളുകളായി ഒരു കുടുംബം കാത്തിരിക്കുകയാണ്, ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് ദൂത് പറയാം അത് സംഭവിക്കും. തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബത്തിന് ദൈവത്തിന്റെ ദൂത് നിനക്കൊരു തലമുറയെ തരുന്നു. ഇതുവരെ വൈകാൻ കാരണം അവൻ എനിക്ക് വേണ്ടിയുള്ളവനാ, അവൻ എനിക്ക് വേണ്ടിയുള്ളവനാ. ഒന്നും കൂടെ പറഞ്ഞേ, ഒരു ആൺ പൈതലിനെ ലഭിക്കാൻ പോകുന്നു. അത് ദൈവം ഇത്രയും വൈകിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, കർത്താവിന് വേണ്ടി അഭിഷേകം ചെയ്ത ഒരു തലമുറയെ ദൈവം നിനക്ക് നൽകാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിലേക്ക് ഒരു തലമുറയെ തരാൻ പോവുകയാണ്. ഈ ആണ്ടിൽ നമുക്ക് ചില കൊച്ചു പൈതങ്ങൾ, ഹല്ലേലൂയ, കൊച്ചുമക്കൾ ജനിക്കാൻ പോവുക. ദൈവസഭയിൽ ചില കൊച്ചുമക്കൾ ജനിക്കാൻ പോവുക. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം എന്താ? ദൈവത്തിന്റെ ദൂത്. എന്നാൽ ഇന്ന് പറയുകയാണ്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ, ഈ വചനം നിവൃത്തിയാകുമ്പോൾ, ഈ ആണ്ടിൽ 2026 ആ വചനം നിവൃത്തിയാകുമ്പോൾ, യെസ്, ദിസ് ഇയർ ഇറ്റ് വിൽ ഹാപ്പൻ. അതായത് ഈ വർഷം തന്നെ അത് സംഭവിക്കുമ്പോൾ, ഒന്ന് പറഞ്ഞേ, ഇനി ചോദിക്കേണ്ട കാര്യം, അതിനെക്കുറിച്ച് സംശയമില്ലാതെ ചോദിക്കേണ്ട കാര്യം എന്താ? അത് സംഭവിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? ബാലന്റെ കാര്യത്തിൽ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നന്മയുടെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കേണ്ടത്. ഇനിയോട്ടുള്ള പ്രാർത്ഥന
സംഭവിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ള പ്രാർത്ഥനയല്ല, എന്ത് ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉയരട്ടെ, ഒരു പ്രാർത്ഥന ഉയരട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം, ഏറെ നേരം അവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ. ഒരു വാക്യം കൂടെ എനിക്ക് വായിക്കേണ്ടത്, അത്യാവശ്യമായി വായിക്കേണ്ടതുണ്ട്. സക്രിയ പ്രവചനം 6-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. സക്രിയ ചാപ്റ്റർ 6 വേഴ്സ് 15. എന്നാൽ ദൂരസ്ഥന്മാർ വന്ന് യഹോവയുടെ മന്ദിരത്തിൽ പണി. ഒരു ദൈവസഭയോടുള്ള ഒരു ദൂത് പറയുകയാണ്. ദൂരത്തുനിന്ന് ചിലർ വന്ന് ദൈവസഭയുടെ പണിയോട് ചേർന്ന് പണിയുവാനായിട്ട് ചിലരെ കൊണ്ടുവരുന്നുണ്ട്. ദൂരത്ത് നിന്ന്, വളരെ ക്ലോസ് ആയിട്ടല്ല, കുറച്ച് ദൂരത്ത് നിന്ന് ദൈവസഭയിലേക്ക് ചിലരെ ദൈവം കൊണ്ടുവരുന്നു. യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും, അത് സംഭവിക്കും നിശ്ചയം. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയാ, ഇന്ന് കാത്തിരിക്കുന്ന ദർശനത്തിനെ കുറിച്ചുള്ള ദൈവിക അരുളപ്പാട് ഇതാണ്: ഇതാ അത് വരുന്നു. അവധി വെച്ച വിഷയങ്ങൾ ഇനി അവധിയില്ല, ഇതാ അത് വരുന്നു, അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളിയ ദിവസം. ഡേറ്റ് എഴുതിയിട്ടോ. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, തലമുറകളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസം ഇതത്രേ. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.